മനുഷ്യജീവിതത്തിന്റെ ഗതിവിഗതികളെ നിയന്ത്രിക്കുന്ന 27 നക്ഷത്രങ്ങളിൽ വെച്ച് ഏറ്റവും നിഗൂഢവും എന്നാൽ അത്യന്തം ഗാംഭീര്യമുള്ളതുമായ ഒരു നക്ഷത്രമേതെന്ന് ജ്യോതിഷ പണ്ഡിതന്മാർ ഒരേ സ്വരത്തിൽ പറയുന്ന പേരാണ് ഉത്രട്ടാതി. ആകാശഗംഗയുടെ അവസാന ഘട്ടത്തിൽ മീനം രാശിയുടെ ഹൃദയഭാഗത്ത് നിലകൊള്ളുന്ന ഈ നക്ഷത്രം കേവലം ഒരു ജന്മനക്ഷത്രമല്ല, മറിച്ച് അത് ഭൗതികയിൽ നിന്ന് ആത്മീയതയിലേക്കുള്ള ഒരു പാലമാണ്. ഈ വീഡിയോയിലൂടെ നമ്മൾ നടത്താൻ പോകുന്നത് വെറുമൊരു ജ്യോതിഷ വിശകലനമല്ല, മറിച്ച് ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ ആരും കാണാത്ത ഉൾത്തലങ്ങളിലേക്കും അവരുടെ നിഗൂഢമായ സ്വഭാവ സവിശേഷതകളിലേക്കും നടത്തുന്ന ഒരു തീർത്ഥാടനമാണ്. ഒരു വശത്ത് ദേവഗുരുവായ വ്യാഴം ഭരിക്കുന്ന മീനം രാശി, മറുവശത്ത് കർമ്മബലങ്ങളുടെ അധിപനായ ശനി ഭരിക്കുന്ന നക്ഷത്രം. വിവേകവും അച്ചടക്കവും ഒരേ ബിന്ദുവിൽ സംഗമിക്കുന്ന അത്യപൂർവമായ ഒരു രാശിചക്രമാണിത്. അതുകൊണ്ട് തന്നെ ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർ ഒരു പ്രഹേളികയാണ്. പുറമെ ശാന്തമായ സമുദ്രം പോലെ ഇവർ കാണപ്പെടുന്നു. ഒന്നിനും ധൃതിയില്ലാത്ത, ആരെയും വേദനിപ്പിക്കാത്ത നിശബ്ദരായ വ്യക്തിത്വങ്ങൾ. എന്നാൽ ആ ശാന്തതയ്ക്ക് താഴെ 1000 അടി ആഴമുള്ള ചിന്തകളുടെയും അറിവിന്റെയും ഒരു വലിയ ലോകം ഇവർ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ആഴക്കടലിന്റെ അഗാധതയിൽ വസിക്കുന്ന അഹിർപുന്യൻ എന്ന സർപ്പദേവനാണ് ഈ നക്ഷത്രത്തിന്റെ അധിപൻ. ഭൂമിയെ താങ്ങി നിർത്തുന്ന ആ സർപ്പത്തെ പോലെ ലോകത്തിന്റെ ഭാരം അത്രയും തോളിലേറ്റാൻ തയ്യാറുള്ള, എന്നാൽ അതിലൊന്നും തളരാത്ത അസാമാന്യമായ മനോബലത്തിന്റെ ഉടമകളാണിവർ. ഉത്രട്ടാതിയുടെ പ്രതീകം ശവമഞ്ചത്തിന്റെ പിൻകാലുകൾ എന്നാണ് പറയപ്പെടുന്നത്. കേൾക്കുമ്പോൾ അല്പം അസ്വാഭാവികമായി തോന്നാമെങ്കിലും ഇതിനു പിന്നിൽ വലിയൊരു ദാർശനിക സത്യമുണ്ട്. ലൗകികമായ ആഗ്രഹങ്ങൾ അവസാനിക്കുകയും ആത്മാവ് അതിന്റെ യഥാർത്ഥ ഉറവിടം തേടാൻ തുടങ്ങുകയും ചെയ്യുന്ന ഘട്ടം. അതുകൊണ്ടാണ് ഈ നക്ഷത്രക്കാരെ നിഗൂഢതകളുടെ കാവൽക്കാരൻ എന്ന് വിളിക്കുന്നത്. മരണത്തെ ഭയപ്പെടാതെ ജീവിതത്തിലെ വലിയ നഷ്ടങ്ങളിലും പതറാത്ത ഒരുതരം പ്രത്യേക വിരക്തി ഇവരുടെ സ്വഭാവത്തിൽ അന്തർലീനമാണ്. ഇവർ ആൾക്കൂട്ടത്തിൽ ബഹളം വയ്ക്കുന്നവരല്ല. രാഷ്ട്രീയത്തിലോ സാമൂഹിക രംഗത്തോ ഇവർ സജീവമാകാൻ പോലും ഒരാഡംബരവും ഇവർ ആഗ്രഹിക്കില്ല. തന്റെ കർമ്മം ചെയ്യുക എന്നതിലുപരി പ്രശസ്തിക്ക് പിന്നാലെ ഇവർ ഓടാറില്ല. എങ്കിലും ഏതൊരു പ്രസ്ഥാനത്തിന്റെയും നട്ടലായി പ്രവർത്തിക്കുന്നത് ഉത്രട്ടാതിക്കാരായിരിക്കും. ഇവരുടെ വാക്കിന് ഒരു പ്രത്യേക ശക്തിയുണ്ട്. അധികം സംസാരിക്കാത്ത ഇവർ ഒരു വാക്ക് പറഞ്ഞാൽ അതിൽ സത്യത്തിന്റെയും നീതിയുടെയും അംശമുണ്ടാകും. ലോകം മുഴുവൻ വേഗതയ്ക്ക് പിന്നാലെ പായുമ്പോൾ നിൽക്കൂ, അല്പം ചിന്തിക്കൂ എന്ന് ലോകത്തോട് വിളിച്ചു പറയുന്ന വിവേകത്തിന്റെ സ്വരമാണ് ഉത്രട്ടാതി. ഈ വീഡിയോയിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ ഉത്രട്ടാതി നക്ഷത്രത്തെക്കുറിച്ച് ഇതുവരെ ആരും പറയാത്ത ചില രഹസ്യങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ തെളിയും. ഇവരുടെ സാമ്പത്തിക ഭാഗ്യം എവിടെ ഒളിഞ്ഞിരിക്കുന്നു, ഇവരുടെ ദേഷ്യം എങ്ങനെയാണ് ഒരു തപസ്സായി മാറുന്നത് എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഈ യാത്ര. സ്വപ്നങ്ങളിലൂടെ ഭാവി കാണുന്ന, സർപ്പത്തെ പോലെ നിഗൂഢമായ ബുദ്ധിയുള്ള, എന്നാൽ ഒരു സന്യാസിയെ പോലെ ക്ഷമയുള്ള ഉത്രട്ടാതിക്കാരുടെ ആരും കാണാത്ത ലോകത്തേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇതൊരു നക്ഷത്ര ഫലമല്ല, മറിച്ച് നിങ്ങളുടെ ആത്മാവിനെ തന്നെ തിരിച്ചറിയാനുള്ള ഒരു കണ്ണാടിയാണ്. കാണാപ്പുറങ്ങൾ തേടിയുള്ള ഈ യാത്ര ഇവിടെ ആരംഭിക്കുന്നു. ജ്യോതിഷം എന്ന മഹാസമുദ്രത്തിലെ ഏറ്റവും നിഗൂഢവും എന്നാൽ അത്യന്തം ഗൗരവമേറിയതുമായ നക്ഷത്രങ്ങളിൽ ഒന്നാണ് ഉത്രട്ടാതി. മീനം രാശിയിലെ 3 ഡിഗ്രി 20 മിനിറ്റ് മുതൽ 16 ഡിഗ്രി 40 മിനിറ്റ് വരെ വ്യാപിച്ചു കിടക്കുന്ന ഈ നക്ഷത്രം ശനിയുടെ സ്വാധീനത്തിലും വ്യാഴത്തിന്റെ രാശിയിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. ഒരു വശത്ത് വിവേകത്തിന്റെ ഗുരുവും മറുവശത്ത് കർമ്മബലങ്ങളുടെ പ്രഭുവായ ശനിയും കൈകോർക്കുമ്പോൾ അവിടെ ഉത്രട്ടാതി ജാതർ സവിശേഷമായ ഒരു വ്യക്തിത്വത്തിന് ഉടമകളാകുന്നു. ഉത്തരഭദ്രപദ എന്ന സംസ്കൃത നാമത്തിൽ നിന്നാണ് ഉത്രട്ടാതി എന്ന പേരുണ്ടായത്. ഭദ്ര എന്നാൽ മംഗളകരമായതെന്നും പദ എന്നാൽ പാദം അഥവാ ചുവടെന്നുമാണ് അർത്ഥം. അതായത് മംഗളകരമായ രണ്ടാമത്തെ ചുവട്. പൂരുരുട്ടാതി നക്ഷത്രത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഈ നക്ഷത്രത്തിന്റെ പ്രതീകം ശവമഞ്ചത്തിന്റെ പിൻകാലുകൾ എന്നാണ് പറയപ്പെടുന്നത്. ഇത് കേൾക്കുമ്പോൾ അല്പം ഭയമുണ്ടാകുമെങ്കിലും ഇതിന് അഗാധമായ ദാർശനിക അർത്ഥമുണ്ട്. ജീവിതത്തിന്റെ അവസാനത്തെയും മരണാന്തരമുള്ള ആത്മാവിന്റെ യാത്രയെയും ഇത് സൂചിപ്പിക്കുന്നു. ലൗകിക സുഖങ്ങളിൽ നിന്ന് ആത്മീയമായ ഉന്നതിയിലേക്കുള്ള പരിവർത്തനത്തിന്റെ ഘട്ടമാണിത്. രണ്ടാമത്തെ പ്രതീകം ഇരട്ട കുട്ടികളാണ്. ഇത് വ്യക്തിത്വത്തിലെ വൈരുദ്ധ്യത്തെ കാണിക്കുന്നു. പുറമേ ശാന്തനാണെങ്കിലും ഉള്ളിൽ സജീവമായ ചിന്തകളുടെ ഒരു ലോകം ഇവർക്കുണ്ടാകും. ഉത്രട്ടാതി നക്ഷത്രത്തിന്റെ ദേവൻ അഹിർപുന്യനാണ്. പുരാണങ്ങളിൽ ഇദ്ദേഹം ആഴക്കടലിലെ സർപ്പമായാണ് അറിയപ്പെടുന്നത്. ഭൂമിയിലെ അടിത്തട്ടിൽ പാതാളത്തിൽ വസിക്കുന്ന ഈ സർപ്പമാണ് ലോകത്തെ താങ്ങി നിർത്തുന്നതെന്നാണ് വിശ്വാസം. ഈ ദേവനുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കഥകൾ സൂചിപ്പിക്കുന്നത് ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് കുണ്ടലിനി ശക്തിയുമായി വലിയ ബന്ധമുണ്ടെന്നാണ്. സുഷുമ്ന നാഡിയുടെ താഴെ ചുരുണ്ടുകൂടി കിടക്കുന്ന സർപ്പരൂപത്തിലുള്ള ഊർജ്ജത്തെ ഉണർത്താൻ ഉത്രട്ടാതി ജാതർക്ക് വേഗത്തിൽ സാധിക്കും. അതുകൊണ്ടാണ് പല യോഗികളും ആത്മീയ ഗുരുക്കന്മാരും ഈ നക്ഷത്രത്തിൽ ജനിക്കുന്നത്. ഇവർക്ക് അമാനുഷികമായ ഉൾക്കാഴ്ച ലഭിക്കുന്നത് അഹിർപുന്യന്റെ ഈ നിഗൂഢമായ ആഴങ്ങളിൽ നിന്നാണ്.
സമൂഹത്തിൽ ഉത്രട്ടാതി നക്ഷത്രക്കാർ എപ്പോഴും ഒരു നിശബ്ദ സാന്നിധ്യമായിരിക്കും. അവർ ആൾക്കൂട്ടത്തിൽ ബഹളം വയ്ക്കുന്നവരല്ല, മറിച്ച് എല്ലാവരെയും നിരീക്ഷിക്കുന്നവരാണ്. ഇവരെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്ന ഘടകങ്ങൾ നോക്കുമ്പോൾ കൊടുങ്കാറ്റിലും ഉലയാത്ത കപ്പൽ പോലെയാണിവർ. ജീവിതത്തിൽ എത്ര വലിയ പ്രതിസന്ധികൾ വന്നാലും ഇവർ പുറമെ അസാധാരണമായ ശാന്തത പ്രകടിപ്പിക്കും. ശനിയുടെ സ്വാധീനമുള്ളതിനാൽ നീതിക്കും ന്യായത്തിനും വേണ്ടി ഇവർ ഉറച്ചു നിൽക്കും. എന്നാൽ ഇത് പരുക്കൻ രീതിയല്ല, മറിച്ച് വളരെ മാന്യമായ രീതിയിലായിരിക്കും അവതരിപ്പിക്കുക. തനിക്ക് ചുറ്റുമുള്ളവർക്ക് വേണ്ടി എന്തും ത്യജിക്കാൻ ഇവർ തയ്യാറാകും. പ്രതിഫലം ആഗ്രഹിക്കാതെ സഹായിക്കുക എന്നത് ഇവരുടെ സഹജമായ സ്വഭാവമാണ്. ഇവർ അധികം സംസാരിക്കില്ലെങ്കിലും സംസാരിക്കുമ്പോൾ അത് അർത്ഥവത്തും മറ്റുള്ളവരെ സ്വാധീനിക്കുന്നതുമായിരിക്കും. ഉത്രട്ടാതി നക്ഷത്രത്തിന്റെ ഗുണങ്ങൾ എണ്ണിയാൽ തീരില്ല. അവയിൽ പ്രധാനപ്പെട്ടവ നോക്കുമ്പോൾ ചെറുപ്രായത്തിൽ തന്നെ ഇവർ വലിയ പക്വത കാണിക്കുന്നു. മുതിർന്നവരുടെ സ്വഭാവമുള്ള കുട്ടി എന്ന് ഇവരെ പലപ്പോഴും വിശേഷിപ്പിക്കാറുണ്ട്. ഉത്രട്ടാതിയുടെ ഏറ്റവും വലിയ ശക്തി ക്ഷമയാണ്. ഏതൊരു കാര്യവും സമയമെടുത്ത് കൃത്യമായി ചെയ്യാനാണ് ഇവർക്കിഷ്ടം. വികാരങ്ങളെ നിയന്ത്രിക്കാൻ ഇവർക്ക് പ്രത്യേക കഴിവുണ്ട്. ദേഷ്യം വന്നാൽ പോലും അത് മാന്യമായി പ്രകടിപ്പിക്കാനോ അല്ലെങ്കിൽ ഉള്ളിലൊതുക്കാനോ ഇവർക്ക് സാധിക്കും. ഇവർ പണം അനാവശ്യമായി ചെലവഴിക്കാറില്ല. ജീവിതത്തിന്റെ രണ്ടാം പകുതിയിൽ ഇവർ സാമ്പത്തികമായി വലിയ നിലയിലെത്തും. എല്ലാ നക്ഷത്രങ്ങൾക്കും എന്ന പോലെ ഉത്രട്ടാതിക്കും ചില ദോഷവശങ്ങളുണ്ട്. ശനിയുടെ നക്ഷത്രമായതിനാൽ ഇവർക്ക് ചിലപ്പോൾ അമിതമായ മടി അനുഭവപ്പെടാം. കാര്യങ്ങൾ നാളത്തേക്ക് മാറ്റിവെക്കാനുള്ള പ്രവണത ഇവരെ തളർത്താറുണ്ട്. അമിതമായ ചിന്തകൾ ഇവരെ പലപ്പോഴും ഏകാന്തതയിലേക്ക് നയിക്കും. സമൂഹത്തിൽ നിന്ന് ഉൾവലിയുന്നത് ഇവരിൽ വിഷാദ രോഗത്തിന് കാരണമായേക്കാം. കാര്യങ്ങൾ തുറന്നു പറയാത്ത സ്വഭാവം പങ്കാളിയുമായോ സുഹൃത്തുക്കളുമായോ ഉള്ള ബന്ധത്തിൽ വിള്ളലുകൾ വീഴ്ത്തിയേക്കാം. താൻ വിശ്വസിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് ശരിയെന്ന ഒരു തോന്നൽ ചിലപ്പോൾ ഇവർക്കുണ്ടാകാറുണ്ട്. ഉത്രട്ടാതിയെക്കുറിച്ച് പൊതുവെ പറയപ്പെടാത്ത ചില രഹസ്യങ്ങളുണ്ട്. നക്ഷത്ര ജ്യോതിഷത്തിലെ ഗൂഢമായ വശങ്ങളാണിവ. പലരും കരുതുന്നത് ശനിയുടെ സ്വാധീനം കാരണം ഇവർ കഷ്ടപ്പെടുന്നവരാണെന്നാണ്. എന്നാൽ ഉത്രട്ടാതി യഥാർത്ഥത്തിൽ ലക്ഷ്മി ദേവിയുടെ കടാക്ഷമുള്ള നക്ഷത്രമാണ്. പുറമെ ദരിദ്രനെ പോലെ തോന്നിച്ചാലും ഇവരുടെ കൈവശം എപ്പോഴും പണമുണ്ടാകും. ഇവർക്ക് പാരമ്പര്യമായി സ്വത്തുക്കൾ ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് സ്വപ്നങ്ങളിലൂടെ ഭാവി മുൻകൂട്ടി കാണാൻ സാധിക്കാറുണ്ട്. ഇവരുടെ ഉപബോധ മനസ്സ് പ്രപഞ്ചവുമായി നിരന്തരം സംവദിച്ചുകൊണ്ടിരിക്കുന്നു. പലപ്പോഴും താൻ കാണുന്ന സ്വപ്നങ്ങൾ സത്യമാകുന്നത് കണ്ട് ഇവർ തന്നെ അത്ഭുതപ്പെടാറുണ്ട്. ഈ നക്ഷത്രക്കാർക്ക് ജലത്തോടും സമുദ്രത്തോടും ഒരു പ്രത്യേക ആഭിമുഖ്യമുണ്ടാകും. തീരപ്രദേശത്ത് താമസിക്കാനോ ജലവുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യാനോ ഇവർക്ക് താല്പര്യമുണ്ടാകും. സമുദ്രത്തെ പോലെ തന്നെ നിഗൂഢമാണ് ഇവരുടെ മനസ്സും. ഇവർക്ക് പുറമെ ശത്രുക്കൾ കുറവായിരിക്കും. എന്നാൽ ഇവരുടെ വളർച്ചയിൽ അസൂയ പൂണ്ട് പിന്നിൽ നിന്ന് കുത്തുന്ന രഹസ്യ ശത്രുക്കൾ ഇവർക്കുണ്ടാകാം. പക്ഷേ ഉത്രട്ടാതിക്കാരുടെ ദൈവാധീനം അവരെയെല്ലാം പരാജയപ്പെടുത്തും. ഉത്രട്ടാതി ജാതർക്ക് ഏറ്റവും അനുയോജ്യമായ മേഖലകൾ അധ്യാപനം, കൗൺസിലിംഗ്, ജ്യോതിഷം, ഗവേഷണം, നീതിന്യായം എന്നിവയാണ്. മനുഷ്യസ്നേഹികൾ ആയതുകൊണ്ട് തന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും ഇവർ തിളങ്ങും. എഴുത്തുകാരായോ തത്വചിന്തകരായോ ഇവർ അറിയപ്പെടാറുണ്ട്. വിവാഹ ജീവിതത്തിൽ ഇവർ വിശ്വസ്തരായ പങ്കാളികളാണ്. മക്കളോട് വളരെയധികം സ്നേഹം പുലർത്തുന്നവരും മാതൃകാപരമായ കുടുംബനാഥയോ ആയിരിക്കും ഇവർ. എങ്കിലും പങ്കാളിയുമായി ആശയവിനിമയം നടത്തുമ്പോൾ കൂടുതൽ തുറന്ന മനസ്സ് കാട്ടുന്നത് നല്ലതാണ്. കാൽപാദങ്ങളെ സൂചിപ്പിക്കുന്ന നക്ഷത്രമായതിനാൽ പാദങ്ങളുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട്. വാദം, നീർക്കെട്ട്, ആമാശയ സംബന്ധമായ പ്രശ്നങ്ങൾ എന്നിവ ഇവർ ശ്രദ്ധിക്കണം. കൃത്യമായ വ്യായാമവും ധ്യാനവും ഇവരുടെ ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമാണ്. ഉത്രട്ടാതി നക്ഷത്രക്കാർ നേരിടുന്ന തടസ്സങ്ങൾ മാറാൻ ശനിദേവനെ പ്രീതിപ്പെടുത്തുന്നത് ഉത്തമമാണ്. ശനിയാഴ്ചകളിൽ നീരാജനം തെളിക്കുക, ശിവക്ഷേത്ര ദർശനം നടത്തുക, കറുത്ത എള്ള് ദാനം ചെയ്യുക, ആൽമരത്തെ പ്രദക്ഷിണം വെക്കുക. മത്സ്യങ്ങൾക്ക് തീറ്റ നൽകുന്നത് അഹിർപുണ്യ പ്രീതിക്ക് ഏറ്റവും നല്ലതാണ്. ഉത്രട്ടാതി ഒരു അത്ഭുതമാണ്. ആഴക്കടലിലെ നിശബ്ദതയും ആകാശത്തിലെ നക്ഷത്രങ്ങളുടെ തിളക്കവും ഒരേപോലെ സമ്മേളിക്കുന്ന അപൂർവ നക്ഷത്രം. ഇവർ സമൂഹത്തിന്റെ നട്ടെല്ലാണ്. ആർക്കും വേണ്ടാത്തവരെ സഹായിക്കാനും അറിവ് പകർന്നു നൽകാനും ലോകത്തെ സമാധാനപൂർണമായി നിലനിർത്താനും ജനിച്ചവർ. നിങ്ങൾ ഒരു ഉത്രട്ടാതി നക്ഷത്രക്കാരനാണെങ്കിൽ നിങ്ങളുടെ ഉള്ളിലെ ആ സർപ്പശക്തിയെ തിരിച്ചറിയുക. ലോകം നിങ്ങളെ കാണുന്നത് മന്ദഗതിയിലുള്ള ഒരാളായിട്ടായിരിക്കാം. പക്ഷേ നിങ്ങൾ നടക്കുന്നത് യുഗങ്ങൾ താണ്ടിയ അറിവിന്റെ പാതയിലൂടെയാണ്. നിങ്ങളുടെ ക്ഷമയും വിവേകവുമാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ആയുധങ്ങൾ. ഈ നക്ഷത്രത്തിന്റെ രഹസ്യം എന്നത് അത് അവസാനത്തിന്റെ തുടക്കമാണ് എന്നതാണ്. ഒരു ജന്മത്തിന്റെ കർമ്മങ്ങൾ പൂർത്തിയാക്കി മോക്ഷത്തിലേക്ക് ഒരുങ്ങുന്ന ഉന്നതമായ ആത്മാക്കളുടെ നക്ഷത്രം. ഉത്രട്ടാതിയുടെ അഗാധതയിലേക്ക് ഇറങ്ങി ചെല്ലുന്തോറും നമുക്ക് ലഭിക്കുന്നത് ജീവിതത്തിന്റെ പരമമായ സത്യങ്ങളാണ്.